AKG, ശ്രീകൃഷ്ണപിള്ള, TV തോമസ്, KR കേവരിയമ്മ, EMS നമ്പൂതിരിപ്പാട്, നായനാർ, VS അച്യുതാനന്ദൻ ഇവരെ പോലുള്ളവർ ഐതിഹാസികപരമായി എന്തെങ്കിലുമൊക്കെ ചെയ്തതായിട്ട് നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്. ഇവരെ പോലെ ഐതിഹാസികപരമായ കാര്യങ്ങൾ ചെയ്തതായി നമുക്ക് പബ്ലിക് ഡൊമൈനിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും KK രാഗേഷ് ഐതിഹാസികപരമായി എന്തെങ്കിലും ചെയ്തതായിട്ട് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ അറിയാവുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ യൂണിവേഴ്സിറ്റിയിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഐതിഹാസികപരമായ നിലപാട് സ്വീകരിച്ചതായിട്ട് മാത്രമാണ് പബ്ലിക് ഡൊമൈനിൽ നിന്ന് പെട്ടെന്ന് KK രാഗേഷിനെ കുറിച്ച് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അങ്ങനെ VS മുതൽ മുകളിലോട്ടുള്ളവർ ഐതിഹാസികമായി ഭാഗവാക്കായതായി നമുക്ക് ചരിത്രരേഖകളിൽ നിന്ന് കാണാൻ സാധിക്കുമ്പോൾ VSന് ശേഷമുള്ളവർ ഐതിഹാസികമായി ഏതെങ്കിലും കാര്യങ്ങളിൽ ഭാഗവാക്കായതായി ചരിത്രരേഖയിലൂടെ നമുക്കങ്ങനെ വലുതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകളോ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളോ പ്രവർത്തനങ്ങളോ ഭരണ നൈപുണ്യമോ എന്തെങ്കിലും കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, VSന് മുമ്പുള്ളവരും VSന് ശേഷമുള്ളവരുമായിട്ട് നമ്മളൊരു താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ VSന് ശേഷമുള്ളവർ വെറും മോഴകളാണെന്ന് അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും പ്രസംഗ രൂപത്തിൽ നിന്നും എല്ലാം നമുക്ക് അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയിൽ നിന്നുമൊക്കെ നമുക്കത് നേരിട്ട് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്.